ഹായ്. ഇന്ന് നമ്മളെല്ലാവരും കൂടി ഒരു സ്ഥലം വരെ പോകുന്നേ. അതായത് നമ്മളെ സുധീൻ്റെ നാട്ടിലേക്കാണ് പോകുന്നത്. അല്ലേ സുധി? നാട്ടിലേക്ക് വെച്ച് സുധീൻ്റെ വീട്ടിലേക്കൊന്നുമില്ല. നമ്മൾ നേരെ പോകുന്നത് അഴീക്കൽ, അവിടെ മീൻ വാങ്ങാൻ വേണ്ടി പോകുന്നതാണേ. അപ്പോൾ അവിടെ ബോട്ട് ചട്ടിയിൽ അവിടെ മീൻ ഇറക്കുമ്പോൾ തന്നെ വാങ്ങാൻ പറ്റും പോലും. അപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട്, ഒരു ശരത്ത്. അപ്പോൾ ശരത്ത പറഞ്ഞേ, വൈകോട്ടെ നിങ്ങൾ പോകുമ്പോൾ തന്നെ വിളിച്ചാൽ മതി, എൻ്റെ ചങ്ങായിമാരുണ്ട് അവിടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല മീനെ കിട്ടുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോകുന്നല്ലേ മമ്മി? നല്ല പടക്കുന്ന മീനുണ്ടാവുന്ന ആടെ പോയി നോക്കിയിട്ട് എങ്ങനെയാണ് കഥ ഒന്നും അറിയില്ല, പോയാലേ അറിയുള്ളൂ. അപ്പോൾ ഓമ്പറെ രാവിലെ പോയിക്കോ പറഞ്ഞു. അപ്പോൾ അവിടെ ബോട്ട് ചട്ടിയിൽ രാവിലെ ഈ ലേലമ്പുളി ഉണ്ടാകും പോലും. അപ്പോൾ മീൻ ഇറക്കി അവിടെ. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ചെമ്മീനാണെന്നോലും കൂടുതൽ. ഞാൻ പറഞ്ഞ ചെമ്മീൻ വേണ്ട, വേറെ എന്തെങ്കിലും മീനായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അന്ന് നമ്മൾ വൈകുന്നേരം ആക്കിയത്. അപ്പം മക്കളിൽ റെഡി ആയിട്ടുണ്ട്. പിന്നെ മമ്മി നോക്കുമ്പോൾ ഇന്ന് ഫുൾ റെഡി ആയിട്ടുള്ള കണ്ടീഷനല്ലേ. നോക്കുമ്പോൾ മമ്മിക്ക് എന്നാ അറിയില്ല, മമ്മീൻ്റെ നാട്ടിൽ പോകുമ്പോൾ വേറെ തന്നെ ഒരു സന്തോഷമല്ലോ മമ്മി. ആണോ മമ്മി അങ്ങനെ? കാണുമ്പോൾ ഭയങ്കര സന്തോഷമാ. അതിന് നിന്റെ ഭാഗത്തേ പോകുന്നില്ല നമ്മള്. എന്നാ നിന്റെ അത് ഇവള് വൻകുളത്തുമല്ല, ആ ഭാഗത്തേ നമ്മള് പോകുന്നില്ല. പിന്നെന്താ സന്തോഷിക്കണ്ടേ? നിന്റെ വീടിന്റെ ഭാഗത്തോ ആ ഭാഗത്ത് ഏടിയും പോകുന്നില്ല നമ്മള് വേറെ റൂട്ടിലേക്ക് കൂടെ പോവാ. എന്തായാലും അഴീക്കോട് വഴിയാന്ന് പോകുന്ന കേട്ടാ. ഈ അഴീക്കോട് എത്തുമ്പോൾ തന്നെ ഇവക്ക് എന്തോ ഒരു സന്തോഷം പോലെയാണ്. ആന്ന് സ്ഥിതി അങ്ങനെ. പിന്നെ എന്റെ നാടല്ലേ, ഞാൻ ജനിച്ചു വളർന്ന സ്ഥലല്ലേ. പക്ഷെ നീ ജനിച്ച ഭാഗത്തേ നമ്മള് പോകുന്നില്ല, നമ്മള് വേറെ വഴിക്കാ പോകുന്നത്. നാടെ എത്തുമ്പോ അഴീക്കോട് എത്തുമ്പോ എന്തെങ്കിലും ഒരു സ്മെല്ലാണ്ട് അടിക്കാനുണ്ടാ? ഇവിടെ ഇവിടെയൊക്കെ കാണുന്ന ഒരു പ്രത്യേക തരം കാറ്റാന്ന്, അഴീക്കോടുള്ള കാറ്റ് എന്ന് പറഞ്ഞ പോലെ. അതാ ഭയങ്കര സന്തോഷം. എന്റെ നാടിന്റെ മണം എനിക്കറിയാം. അഴീക്കോട് ആടെ ജെട്ടിൻ്റെ അടുക്കൽ എത്തുമ്പോൾ മണം അറിയാം. മീൻ മാറിയിട്ട് ആ ഭാഗം അടുപ്പിക്കാൻ കഴിയില്ല. ഇതാണോ ഇവളെ വീട്ടിന്റെ ആ ഭാഗത്ത് നാറ്റൊന്നുമില്ല, പക്ഷെ ഒരു പ്രത്യേക തരം കാറ്റുണ്ടെന്നാണ് ഇവള് പറയുന്നത്. എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ പ്രത്യേക തരം കാറ്റ്. ആടെ പോയി കഴിഞ്ഞാല് ഞാനതാ ഓർമ്മിക്കുന്നത്. ആ വഴിക്ക് ഇല്ല, ആ വഴിക്ക് മീനും മറ്റേ ഒന്നുമില്ല. മീൻ വെക്കുന്ന സ്ഥലക്കാരുണ്ടെങ്കിൽ ആടത്ത മണം പറയായിരുന്നു, ഒന്നുമില്ല. എന്തായാലും സാറില്ല, മമ്മീൻ്റെ നാട് വഴി നമ്മളങ്ങനെ കറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ച കാണാം. ഏതായാലും മീൻ വാങ്ങാൻ പോയി നോട്ട് മീൻ കിട്ടുമോയെന്നറിയില്ല, കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന മീനിനെയും കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ അതാ മക്കളൊക്കെ റെഡി ആയിട്ടുണ്ട്. വാ മക്കളെ വാ, വണ്ടിക്കാരെ ഇതാ ആടുന്ന് ഇടുന്നെല്ലാം പൊട്ടിത്തെറിച്ച് ഉരുത്തെറിച്ചെല്ലാം വരുന്നുണ്ട്, കാണുന്നില്ലേ? സ്കൂൾ വിട്ട് വന്ന് ഓടിക്കളിയല്ല, ഇതാ ഓടിച്ചാടി കളിക്കുന്ന മമ്മി. ഇതാ ഭയങ്കര ജീൻസ് പാന്റ് ആൻഡ് റെഡ് റോസ് എന്നാണ് റോസ് ഇളപ്പിക്ക് എന്നാണ് എന്താ പറയുക കളർ എന്നാ പറയാ? റോസ്. എനിക്ക് കളർ എന്നാ പറയേണ്ട അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് റോസ് അല്ലേ, ബ്ലാക്ക് ആൻഡ് റോസ്. അപ്പോൾ രാവിലെ മുതലേ മമ്മി പറയുന്നത് എൻ്റെ കുറേ ഫോട്ടോ എടുക്കാൻ. ഞാൻ പറഞ്ഞു വൈകുന്നേരം അങ്ങനെ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ അത് ഉൾപ്പെടുത്താന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ട് ഇതാ പോലെ തൽക്കാലം തൃപ്തിയായില്ലേ. അപ്പോൾ അങ്ങനെയുള്ള എന്നാൽ നമ്മളെന്നാ നല്ല നടക്കട്ടെ. ഓക്കെ. അച്ചുട്ടാ നമ്മളെ പോന്ന് മനസ്സിലായാ? എടിയാ മീൻ വിൽക്കാനാ? മീൻ പിടിക്കാനാ? മത്സരമില്ലാടാ. ആടെ മീൻ പിടിച്ചാ അത് പോയിട്ട് വാങ്ങുകയാ നമ്മള് പോയിട്ട് മീൻ പിടിക്കൊന്നുമില്ല. ആടെ പിടിച്ച മീൻ ഉണ്ടാവും ഒരുപാട്, അതിന് നമുക്ക് കാണാൻ പറ്റും. നിനക്ക് മീനെ പിടിക്കാൻ കഴിയാ? അവര് തരും കൈമല്ല, അന്നേരം പിടിച്ചു തന്നാ. കേട്ടാ ഇവിടെ വിചാരം എന്ന് വെച്ചാല് ആടെ പോയി കഴിഞ്ഞാല് നമ്മളെ കടലിൽ നിന്ന് മീൻ പിടിക്കുന്നില്ലാന്ന് ഇവിടെ വിചാരം. കടലിൽ നിന്ന് മീനൊന്നൊക്കെ പിടിക്കാൻ കഴിഞ്ഞാൽ നമ്മളെ അല്ല ചൂണ്ടിട്ടെല്ലാം പിടിക്കല് കുറെ പണിയുണ്ട്. പണ്ട് ഞാൻ പോക്കുണ്ട് കേട്ടാ മീൻ പിടിക്കാൻ വേണ്ടിട്ട്. നമ്മള് കടലിൽ പുഴയിൽ എല്ലാം പോയിട്ട് വരും മീൻ പിടിക്കാൻ, ചൂണ്ടയിട്ട് പിടിക്കാൻ വേണ്ടിട്ട്. പക്ഷെ നാളെ മീനെല്ലാം അപൂർവമായി കിട്ടൂല, അങ്ങനെ കാര്യമായിട്ടൊന്നും കിട്ടൂല. അതിനെല്ലാം മെനക്കെട്ട് പോണം, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഇപ്പൊന്നും പിന്നെ അതിനുള്ള താല്പര്യമില്ല, ഒന്നുമില്ല, അല്ലാടെ മതിയാക്കി. നമ്മള് പണ്ട് പോയിട്ടുണ്ട്, പക്ഷെ നമ്മള് പോകാത്ത സ്ഥലമൊന്നുമില്ല. ഞാൻ തോട്ടിൽ പോയിട്ടുണ്ട്, പുഴയിൽ പോയിട്ടുണ്ട്, കടലിൽ പോയിട്ടുണ്ട്, കുളത്തില്. നമ്മൾ അവിടെയുള്ള ചെറിയ ഒരുപാട് കുളമുണ്ട്. ആ കുളത്തിൽ എല്ലായിടക്കും ഞാൻ പോയിട്ട് മീൻ പിടിക്കാൻ നിൽക്കണ്ടായിരുന്നു. പിന്നെ ഇല്ല, ഞാൻ നിർത്തിയെന്ന് അറിയുക. അതൊരു കോമഡിയാണ്. നമ്മൾ ഈ എങ്ങനെയാ പറയാ, ഈ നിലന്തരയില്ലേ, നിലന്തര ഞാൻ ചൂണ്ടയ്ക്ക് വെക്കുക. അപ്പൊ ചെറുതിലെല്ലാം ഞാൻ ചെയ്യലുണ്ട്. പിന്നെ വലുതാവുന്നതിനെ നമുക്ക് ഈ സെന്റിമെന്റ്സ് കൂടിയിട്ട്
അതായത് ഈ നിലന്തരേന പിടിച്ചിട്ട് അതിനെങ്ങനെ മെല്ലെ മെല്ലെ കോക്കോ ചെയ്യുക, അതിന്റെ ഓരോ ശരീരത്തിൽ കുത്തി 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 കുത്തിയിട്ട് അപ്പൊ ഇത് പടക്കമല്ല. അപ്പൊ പിന്നെ എനിക്ക് ഇതിനോടെന്തോ ഒരു വല്ലാത്തൊരു ഇത് വന്നു. അതിനുശേഷം പിന്നെ ഞാൻ പിന്നെ മെല്ലെ മെല്ലെ കുറച്ച് ചൂണ്ടിയിടാൻ പോക്ക് പരിപാടിയെ ഞാൻ നിർത്തി. പിന്നെ പോയിട്ടില്ല. പുല്ലങ്കണ്ണി, കണ്ണിക്കുറിയ, ചൊട്ടക്കണ്ണി, ചൊട്ടക്കണ്ണി ആയിട്ട് തലക്കൊരു ചൊട്ടയേറ്റ വാൽമാക്കടി, താളഞ്ചെപ്പ്. ആദ്യമായിട്ട് പിടിച്ച മീൻ അതായിരുന്നോ? കുപ്പിയിലാക്കിനാ? പക്ഷെ അച്ഛൻ വളർത്താനും വിടാത്തോണ്ട് അതിനെ അവിടെ കളഞ്ഞിട്ട് വന്നത്, അല്ലെങ്കിൽ അതിനെ വളർത്തി തവളയുണ്ടാക്കിയത്. അങ്ങനെ ശ്രുതിന്റെ ആദ്യത്തെ മീൻപിടുത്തം വാൽമാക്രി ആയിരുന്നു. തവളേന്റെ കുട്ടീനെ നമ്മളുടെ വാൽമാക്രി എന്ന് പറയാം. നിങ്ങൾ എന്താ പറയാന്നൊന്ന് കമന്റ് ചെയ്തേ. അല്ല, ഓരോ സ്ഥലത്ത് അതിന് ഓരോ പേരാ. നമ്മളവിടെ ഈ ഒഴുകി പോകുന്ന വെള്ളം ഉണ്ടാവും, ചെറിയൊരു ഇത്, ഉറവയാ, ചെറിയ ഉറവയാ, തോടാ. ശ്രുതിന്റെ കുട്ടിക്കാലം അല്ലേ? വേറെന്തല്ല എന്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിട്ടില്ല ശ്രുതി? നിന്റെ കുട്ടിക്കാലം ചില പറഞ്ഞിട്ടില്ലല്ലോ. സുഖകരമായ കാലമാണോ ദുഃഖകരമായ കാലമാണോ? ആരാ നിന്റെ പ്രിയപ്പെട്ട സുഹൃത്താരാ ചെറുപ്പത്തില്? അടുത്തടുത്ത വീട്ടുകാരുടെ ഇഷ്ടം പോലെയാണ്. എല്ലാരും കൂടി ഒരുമിച്ച് സ്കൂളിൽ പോവാ? സ്കൂളിൽ പോകും. ആദ്യം ഒരാളെ വീട്ടിൽ പോകും, എന്നിട്ട് അവിടുത്തെ രണ്ടാളും കൂടി അടുത്താളെ വീട്ടിൽ പോകും. അങ്ങനെ ഗ്യാങ്ങായിട്ട് വിശാലമായ റോഡിലേക്ക് കൂടെ നടക്കും. വണ്ടിക്കാരടുത്ത് കിളമ്പിട്ടു നമ്മള് നടക്കുക. എല്ലാരും വിളിച്ചു പോകുമ്പോഴത്തേക്ക് ലേറ്റ് ആവുന്നുണ്ട് സ്കൂളത്തെ? ലേറ്റ് ആവും. നേരത്തെ ഇറങ്ങും, ആദ്യം ഇറങ്ങുന്നത് എല്ലാരും വലിയ ദൂരം ഉണ്ടോ സ്കൂള്? അടുത്താണ്. ഏതായത് അത് 1/2 കിലോമീറ്ററല്ലേ ഉള്ളൂ. ഓ, അവിടെ എത്ര വലിയ പണിയൊന്നുമില്ല. അല്ല, അതിനോട് നിങ്ങളിപ്പോ നായ അടിക്കാൻ വന്ന ഒരു സംഭവം ഉണ്ടായില്ലേ? ശ്രുതി നായിയായിട്ട് മൽപ്പിടുത്തം. നായിനോട് എന്തോ ഒരു ആംഗ്യം കാണിച്ചു, പ്രത്യേകതരം ആംഗ്യം. കൈകൊണ്ടെന്തോ കാണിച്ചതാ. അച്ഛന്റെ ഷോപ്പിന്റെ മുന്നേ ഞാനും നായി തമ്മിൽ മൽപ്പിടുത്തം. അപ്പൊ എന്റെ ഒച്ചപ്പാടായിട്ട് അച്ഛനെ ഓടി വന്നു പൈച്ചു. അല്ല, നിന്റെ ഒച്ചപ്പാട് കേട്ടിട്ട് നായി പറഞ്ഞതാണോ? അത് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. നായി എന്തോ യുദ്ധം എത്ര പഠിക്കുമ്പോ? പക്ഷെ ഞാൻ നായായിട്ട് മൽപ്പിടുത്തം കളിച്ചിട്ടായിരുന്നു കേട്ടാ. ഭയങ്കര ട്രാജഡി ആയി പോയേ. അമ്പോ, സൈക്കോ കേട്ട പല്ലിന്റെ. സത്യസന്ധനും നീതിമാനുമായിരുന്നു ആരോ പറഞ്ഞു. അതൊരു കഥയായിരുന്നു കേട്ടാ. അത് നമ്മളെ ഇളയമ്മേന്റെ വീട്ടിലാണേ. അപ്പോ നമ്മളെ ബാല്യകാല സുഹൃത്തുണ്ട്, ഒരു കുട്ടെന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, ഒരു റിജേഷ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്, പിന്നെ ഞാനും. നമ്മള് 3 ആളും കൂടിയിട്ട് ആ വീട്ടിന്റെ കട്ടിക്കാടി ഇരുന്നിട്ടേ. അപ്പൊ നായി ഇങ്ങനെ കുരക്കുമ്പോ നമ്മൾ ഈ കണ്ടിക്കുന്നതിനെ ഇങ്ങനെ വെറുതെ പ്രകോപിപ്പിക്കും. ഒരു രസമല്ലേ? അങ്ങനെ കളിപ്പിച്ച് നായ്ക്ക് ദേഷ്യം നമ്മളിങ്ങനെ നമുക്ക് ഒരേ വരാം. ലാസ്റ്റ് നായ്ക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി പിന്നെ നമ്മളെ സുജേഷിന്റെ, അതായത് നമ്മളെ കുട്ടന്റെ അമ്മ തിന്നാൻ കൊടുക്കുമ്പോ എങ്ങനെയാന്നറിയില്ല, ചങ്ങലങ്ങ് കളിയേ. അപ്പൊ നമ്മള് ഇപ്പൊ കുറച്ച് കാണുന്ന ദൂരം ഒരു കണ്ടിക്കാറുണ്ട്. ചങ്ങല ഇളകി നായി ഒരു ബെരുത്തു. അപ്പോടോ ഈ നായി വരുമ്പേ ആടുന്ന് നമ്മളെ കുട്ടന്റെ അമ്മയും ആടെ കുറെ ആൾക്കാരുണ്ട്. അവരെല്ലാം പറഞ്ഞ് ഓടറേ, നായി ഓടിയെ കടിക്കാന്ന്. നമ്മള് ചെറുതിലേ പഠിക്കുന്ന ഒരു പാഠമുണ്ട്, അതായത് നായി കടിക്കാൻ വരുമ്പോ ഓടാൻ പാടില്ല. നിന്നോട് ആരെങ്കിലും പറഞ്ഞിരുന്നോ? എന്നാ പിന്നെ അന്ന് ഈ നായി ഇളകിയ സമയത്ത് ആടുന്നാരോ വിളിച്ചു പറഞ്ഞു, ഓടല്ലേ മക്കളെ നായി കടിക്കുന്നു പറഞ്ഞിട്ട് ഞാനോ കുറച്ചോടി ആടെ നിന്നേ. കാരണം ഓടിയ നായി കടിക്കില്ല. അപ്പൊ അവര് പറഞ്ഞ വെച്ചാൽ അന്നേരം സത്യസന്ധനും നല്ല അനുസരണശീലമുള്ള കുട്ടിയാണ്. ഞാൻ അവിടെ നിന്നേ. ഞാൻ നിന്ന് പയ്യെ തിരിഞ്ഞു നോക്കുമ്പോണ്ടല്ല, എൻ്റെ അപ്പുറമുള്ള നമ്മളെ റിജേഷ്, പിന്നെ ഒരു കുട്ടൻ. റിജേഷിന്റെ ഷർട്ടിന് പൊതുവെ ഇവിടെ കുടുക്കുണ്ടാവുന്നേ. അപ്പൊ റിജേഷും കുട്ടനും കൊണ്ട് ഒരു മിന്നായ പോലെ ഓടുന്നേ. അപ്പൊ റിജേഷിന്റെ കുപ്പായത്തിന്റെ ബാഗ് ഉണ്ടല്ല, സൂപ്പർമാനെ പോലെ ഈ ഷർട്ട് ഇങ്ങനെ പറക്കുന്നത് മാത്രം ഞാൻ കണ്ടിട്ടില്ല. ഞാനോ സത്യസന്ധൻ ആടാ, നായി കടിക്കും മോനെ ഓടാൻ പാടില്ല എന്ന് പറഞ്ഞാട് നല്ല അനുസരണയായ കുട്ടിയെന്ന്. അവരോ പൂരം പോലത്തോട്ട് ഓടിയ വഴിക്ക് പുല്ല് വളർക്കുന്ന ഓട്ടാന്ന്. അനക്ക് ഇന്നും ആ റിജേഷിന്റെ കുപ്പായം പാറിയത് ഓർമ്മയുണ്ട്. സ്പീഡിൽ ഓടുന്ന ശരിക്കും സൂപ്പർമാന്റെ ബാഗ് പറയക്കല പടപടേ പറന്നിട്ട് ഇവരെ ഓടുന്നത്. ഞാനോ ആടെ നിന്ന് അപ്പോഴത്തേക്കോ നായി എൻ്റെ അടുത്തെത്തിന്
അടുത്തെത്തിയാണ്ട് ബാന്ന് പറഞ്ഞ് പൊളന്ന വലിയ ബായിയല്ലേ അന്നിങ്ങനെ കടിക്കാൻ വേണ്ടി ബായ കൊടുക്കുന്നത് സത്യസന്ധ ഞാൻ പലത്തേക്കിനെ കൊണ്ട് തടുത്തന്നേരം ഇങ്ങനെ തടുത്തപ്പോൾ കൈക്ക് 3-4 കടി പല്ലിനെ കൊണ്ട് 3-4 സ്ഥലത്ത് ഒരു ഓട്ട ഇറച്ചി കുറച്ച് പുറത്ത് വന്നേ. അപ്പോൾ ചെറുപ്പകാലല്ലേ അപ്പോഴത്തേക്ക് എല്ലാവരും ഓടി വന്ന് നായിനെ കുറച്ചാൾ പിടിച്ചുകൊണ്ടുപോയി. പിന്നെ ഞാൻ ഈ പറഞ്ഞ ജേഷനെയും കുട്ടനെയും പിന്നെ അന്ന് ഞാൻ കണ്ടിട്ടില്ല, അവര് വീട്ടിലെത്തിയൊന്നും തന്നെ അറിയില്ല. എന്നിട്ടോ ഇതിന്റെ വേറെ ദുരന്തം എന്താണ്, ഈ പണ്ടെല്ലാം നമ്മളെ അച്ഛനമ്മക്കൊരു സ്വഭാവമുണ്ട്. അച്ഛൻ നാട്ടില് ഗൾഫിലാണ്, അമ്മയാ ഉള്ളത്. അപ്പൊ എവിടെയെങ്കിലും വീട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയെ പൊട്ടിയെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം കിട്ടുന്ന അടിയാണ്. എന്തിനാടാ പോയി വീഴാൻ പോയി കുർത്തി കളിക്കാൻ പോയി ഒരു അടി കിട്ടും. അതുപോലെ നായി കടിച്ച് കഴിക്കാനുള്ള ഇറച്ചിലും കുറച്ച് പുറത്തുള്ളതായിട്ട് ഒരു വല്ലാത്ത ഇതിലാണ് ഉള്ളത്. നല്ല വേദനയായിട്ട് കരച്ചിലാണ് ഞാൻ. എല്ലാവരും തരിപ്പാന്നൊന്നും പറയുന്നില്ല, ചെറിയ കുട്ടിയാണ് ഞാൻ. എനിക്കൊന്ന് ഇത്ര ലാഭം ആ സമയത്ത് ഞാൻ എല്ലാം അമ്മേനെ ദൂരെ കണ്ടു. ഞാൻ വെച്ചാൽ അല്ല കിട്ടി അടിയുന്നുണ്ട്. അതേപോലെ തന്നെ പോയപാട് അമ്മേൻ്റെ ടൈപ്പിൽ നല്ലോണം അടി കിട്ടി. എന്തിനാണ് നായുകളൊക്കെ പോയി നല്ല അടിയും കിട്ടി. അവസാനം എന്നെയും കൂട്ടിയിട്ട് നമ്മുടെ മയ്യിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലുണ്ട്. അപ്പം നമ്മളൊരു മൂത്തപ്പനുണ്ട്, ഒരു കരുണമൂത്തപ്പൻ പറഞ്ഞെ, അവർ മരിച്ചുപോയി. ഓറാന്ന് എന്നെയും കൂട്ടി അവിടെ പോയി. എന്നിട്ട് ഇഞ്ചക്ഷനിലടിച്ച്, പക്ഷേങ്കിൽ ഈ പൊക്കിന് ചുറ്റടിക്കുന്ന 40 രൂപ ഒന്നും അടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇല്ലില്ല, കൈക്കടിയിൽ ഇഞ്ചക്ഷൻ അടിച്ചിന്. എന്നിട്ട് ഇത് കൈക്ക് മൊത്തം വലിയൊരു കെട്ടും കെട്ടിയിട്ട് ഞാനിങ്ങ് വന്നു. അമ്മ എന്താ പറയാ, അത് പേ പിടിച്ച നായിന്റെ ഉള്ളെന്ന് തോന്നേ. അനക്കങ്ങനെ ഇഞ്ചക്ഷൻ ഒന്നും വെച്ചിട്ടില്ല. ഓ ഇല്ല, വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഈ നായുമായിട്ടുള്ള മൽപ്പിടുത്തത്തിൽ ഞാൻ പരാജയപ്പെട്ടു പോയിനി. പക്ഷെ ശ്രുതി ആ കാര്യത്തില് വിജയിച്ചിനി. അതാണ് ഇവളെ അലർച്ചി ഒച്ചപ്പാടില്ല നായി ഓടിയ. പക്ഷെ ഞാൻ അലറാനും നിന്നിട്ടില്ല, മുണ്ടാടുന്നില്ല, ഒന്നുമില്ല. ഞാൻ പറഞ്ഞവനാട് നിന്ന് ഇനി എന്നെ കടിക്കൂലല്ലോ ഞാനങ്ങ് തീരുമാനിച്ചു. ആ തീരുമാനിക്കലാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അല്ല, ഇതിന് ശേഷം എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നേ. ഞാൻ രാവിലെ ഓടാൻ പോക്കുണ്ട്, നമ്മളവിടെ വയലിലാണ് ഓടാൻ പോവാ. അപ്പൊ അതിന്റെ ഇപ്പുറം ഒരു കുളമുണ്ട്, ചാത്തത്ത് കുളം എന്നാണ് പേര്. അപ്പൊ ഞാൻ ഈ ഓടിക്കഴിഞ്ഞാൽ ഈ ചാത്തത്ത് കുളത്തിന്റെ ആ പടമേ പോകും. എന്താ വെച്ചാൽ പ്രസപ്പെടുക്കാൻ വേണ്ടി നല്ല പറ്റിയ സ്ഥലം. അപ്പോൾ അവിടുന്ന് പ്രസപ്പെടുത്തെടുക്കുമ്പോൾ അതിന്റെ തൊട്ടിപ്പുറം ഒരു വീടുണ്ട്. അപ്പൊ അടുത്ത് അവരുടെ പേര് ഷെമിൽ എന്നാ പേര്. ഓരോ വീട്ടിലൊരു നായുണ്ട്, നല്ല കടിക്കുന്ന ഒരു നായിയാണ്. കാരണം ഞാൻ ഓടുമ്പോൾ മെപ്പ അന്ന നോക്കി കുരക്കുന്ന ഒരു നായിയാണ്. വയലിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോൾ അത് വേഗം കുരക്കും. അനക്കുന്നേരം ഈ പഴയ നായിന് ഓർമ്മ വരിക. എന്നിട്ട് അന്ന് ഞാൻ കുളക്കാരൊക്കെ ഇരുന്നിട്ട് പിന്നെ ഇങ്ങനെ പുഷപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ഷെമിൽ എന്ന് പറയുന്ന കക്ഷി നായിനെ തൂറാൻ വേണ്ടി കൊണ്ടാക്കും പുറത്തേക്ക്. ഇച്ചങ്ങായി പുറത്ത് വരുമ്പോൾ കാലെറിഞ്ഞാൽ വീണുപോയി. നായിന് ചങ്ങല ഇളകിയോട് ഞാനെന്ത് ചെയ്തറിയാം, നായി കുറച്ചോണ്ട് അൻ്റെ നിർത്തി. ഞാനും ഒറ്റ ഓട്ടം. ആ ഓടുന്ന സമയത്ത് ഈ ചങ്ങായി എന്നോട് പറയാ, വൈജു ഓടണ്ട, ഓടിയാ കളിക്കുന്നത്. എന്റെ പട്ടികൾക്കും അനക്ക് നേരം ഈ പഴയ കഥയുടെ ഓർമ്മ തന്നെ. വൈജു ഓടണ്ട, നായി അടിക്കുന്നു. അതിന് ശേഷം ഞാൻ പറഞ്ഞില്ല, എന്റെ 42ാമത്തെ വയസ്സിൽ അതേ അനുഭവം. എന്നേരവും പറഞ്ഞ് വഴിതെറ്റിക്കാൻ വേണ്ടി ബാക്കിൽ ഷെമിലെ അറിയുന്നു, ഓടണ്ട നായി കിടക്കുന്നു. ഞാൻ ഓടിയിരുന്നത് അവിടെ ഒരു മതിലുണ്ട്, മതിലിന്റെ മുകളിൽ കയറിയിട്ട് ആടെ പോയി നിന്ന് നോക്കുമ്പോൾ നായി കുറച്ച് ചെറിയ നായി, നാടൻ നായിയാണ്, തുള്ളി എത്തൂല. ആടെ നിന്നിട്ട് ഞാൻ നായിന് നല്ലോണം കൊഞ്ഞനം കെട്ടി. എന്റെ അമ്മോ, സത്യമാണല്ലേ, അന്ന് ചെറുപ്പത്തിലൂടെ ഞാൻ പഠിച്ചിട്ടുണ്ടാ. നായി കടിക്കാൻ വരുമ്പോ കടിക്കുന്ന നായി അങ്ങ് ഓടിക്കൂടാ. പിന്നെ ധൈര്യം ഉണ്ടെങ്കിൽ നിൽക്കാം, പക്ഷെ നല്ല കടിക്കുന്ന നായി അങ്ങോട്ടില്ല, കടിച്ച് പറിച്ചെടുക്കും. നായ്ക്കറിയായിപ്പോയല്ലേ എങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാളെയും നായി ആക്രമിച്ചത് തമ്മിലുള്ള വ്യത്യാസം. എന്തായാലും ശ്രുതിക്കുണ്ടല്ല നല്ല പ്രതിരോധ ശക്തി ഉണ്ട്, അത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആക്രമിക്കുന്ന ഒരു സാധനമാണ് ശ്രുതി ഉണ്ടല്ല, അതിനെ അടിച്ച് തെറിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നല്ല കൈക്കരുത്താണ്. എന്റെ അതേ ശക്തി ഉണ്ട് ഈ സാധനത്തിന്. പല്ലും നഖം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ശ്രുതി തട്ടിയാൽ തന്നെ മതി. ശ്രുതിയുടെ കൈന്റെ വണ്ണം കണ്ടോ നോക്കട്ടെ, എന്താ കുട്ടക്കൈ. ഇത് എന്റെ കൈ കണ്ട, എന്റെ കൈ പിന്നെയും നേരുന്നു. ഇവളൊക്കെ എന്നെക്കാട്ടി മണ്ണുണ്ട്, ഒരു ഉരുണ്ട് കുട്ടക്ക സാധന. അതുകൊണ്ട് കൈക്ക് നല്ല കരുത്താണ്. ആണുങ്ങളെ കരുത്താന്ന് ഞാൻ പറയും ഇവളോട് എപ്പോഴും. അങ്ങനത്തെ ഓരോ സ്റ്റോറികൾ. ഏതായാലും ഇനി മീനിനെ പറ്റി പറയല്ലേ മമ്മി? ശരി. അപ്പൊ ഇതാ നമ്മളെ മീൻ പിടിക്കുന്ന നമ്മളെ മീൻ വാങ്ങേണ്ട സ്ഥലം ഇവിടെ അടുത്ത് തന്നെ എത്താനായിട്ടുണ്ട്. ബോട്ട് ചട്ടിക്ക് ബോട്ടിൽ മറ്റേ ചൂണ്ടക്കാർ കൊണ്ടുവരുന്ന മീനാണ് ഉണ്ടാവുക, അത് കിട്ടുന്നതാണ് വിചാരിക്കുന്നത്. അവിടെ പോയിട്ടാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഹലോ മീൻ, ശരി. എന്നാൽ പിന്നെ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഓക്കെ. അപ്പോൾ നമ്മൾ അഴീക്കലെത്തിയ അഴീക്കൽ ബോട്ട് ജെട്ടി അവിടെയാണ് ഇതുപോലെ ലേലം വിളിയും പരിപാടിയൊക്കെ നടക്കുന്ന സ്ഥലം. അറിയാത്തവരുണ്ടെങ്കിൽ ഇതാ ഇവിടെ വന്നിട്ട് അഴീക്കൽ ഫെറി ആ റൂട്ടിലേക്ക് വരിക. ഇതുപോലെ ബോട്ട് ജെട്ടി പോയി കഴിഞ്ഞാൽ അവിടെ ലേലം വിളിച്ചു കൊടുക്കും. ഒരു 11-12 മണി വരെ, 1 മണി 2 മണി വരെ ആയിട്ട് ഉണ്ട് തോന്നുന്നു പരിപാടിയാണ്. നമ്മളിപ്പോൾ കുറച്ച് ലേറ്റായിട്ട് പോകുന്നത്, ആ സമയത്ത് പോയ ചൂണ്ടക്കാരെ മീൻ കിട്ടുന്ന പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാനിതുപോലെ എപ്പെങ്കിലും ഒരു 6 മാസം കൂടുമ്പോൾ ആ ഭാഗത്ത് പോക്കുണ്ട്, ഇതുപോലെ മീൻ വാങ്ങിയിട്ട് വരുത്തുന്നുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മളിവിടെ എത്തിയ അഴീക്കൽ മത്സ്യബന്ധന തുറമുഖം. ഇതാണ് സ്ഥലം. പണ്ട് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മുമ്പേ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അത് വേറൊന്നുമില്ല, ഇവിടെ എൻ്റെ കുറച്ച് പൈസ നഷ്ടമായിനി ഒരു സ്ഥലക്കച്ചവടത്തിൽ. അപ്പോൾ അങ്ങനെ ഇവിടെയുള്ള കുറച്ച് ആൾക്കാർക്ക് നഷ്ടമായിനി. അങ്ങനെ ഇവരെ എനിക്ക് കുറച്ച് മുമ്പേ അറിയാം. ഇവിടുത്തെ മീൻകാർ, ബോട്ടുകാർ, അങ്ങനെ കുറച്ച് ആൾക്കാരെ എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം അവരുടെ പൈസയും കുറേ പോയിനെ. ഇവിടുത്തെ കുറച്ച് മീൻകാർ ആൾക്കാരൊക്കെ ഉണ്ട്, കുറച്ച് പൈസ പോയിനി. അങ്ങനെ ഒരുപാട് പ്രാവശ്യം പണ്ട് ഒരു 10 കൊല്ലം മുമ്പ് ഇവിടെ വന്നിട്ട് നല്ലൊരു പരിചയമുള്ളൊരു സ്ഥലമാണ് നൽകിയത്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ അടുത്തൊക്കെയാണ് ഈ ഭാഗത്ത് മീൻ വാങ്ങാനായിട്ട് വരുത്ത്. പിന്നെ മുമ്പുള്ള സുഹൃത്തുക്കളെ അങ്ങനെ കാണലില്ല, അവർ എവിടെ പോയിന്നറിയില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരുപാട് ബോട്ടുകളുണ്ട്. ഇപ്പം നമ്മളെ സുഹൃത്ത് ശരത്ത് പറഞ്ഞു വെച്ചാൽ ഇവിടെ ഒരു അബി എന്ന് പറഞ്ഞൊരു കക്ഷിൻ്റെ നമ്പർ തന്നെ. അപ്പോൾ വന്നിറങ്ങിയ ഉടനെ അബി നമ്മളെ കണ്ട്. ഇപ്പോൾ അബീനെ പരിചയപ്പെട്ട് അബി പറഞ്ഞ് ബോട്ട് വരാൻ കുറച്ച് സമയവും, തൽക്കാലം നിങ്ങൾ കുറച്ച് കറങ്ങുന്നു. അപ്പോൾ നമുക്കും അതാ വേണ്ടേ. ഈ സ്ഥലമെല്ലാം വീഡിയോയിൽ കാണുമ്പോൾ നല്ല ഒരു രസമുള്ള സ്ഥലമാണ്. ബോട്ടും കാര്യമില്ലാങ്കിലും ശരിക്കും ഇവിടുത്തെ അവസ്ഥ വെച്ചിട്ടുണ്ടല്ലോ, നല്ല നാറ്റാണ്, ഭയങ്കര സ്മെല്ലുണ്ട്. ചത്ത മീനിൻ്റെ ഒരുപാട് മണമുണ്ട്. ഇത് നമ്മളൊരു ചങ്ങാതിയെ ഇവിടെ ഫിലാഗോൾഡ് ഒരു ഫാമിലി, എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ മണാലി പോയി പണ്ട് പറഞ്ഞു പോയിച്ചോട്ടാ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മണാലിയിലുള്ള ഫാമി എന്നൊരു സുഖം വെച്ച്. പോയിച്ചോട്ടാ വളരെ സുഖം, ഇവിടെ നല്ല സ്വർഗം പോലെയാണ്, മൊത്തം വെള്ളയാണ്, മൊത്തം മഞ്ഞാണ്, ഐസാണ്. ഞാൻ വെച്ചു നല്ല ഐസാലേ വെച്ചു. ഞാൻ വെച്ചു ഫാമി എന്താ ശരിക്കുള്ള അവസ്ഥ വെച്ച്. പോയിച്ചോട്ടാ ഭയങ്കര ടാസ്ക്കാണ്. ചില സ്ഥലത്തെല്ലാം പോകുമ്പോൾ മൂക്കുന്ന് ചോര വരും, അത്രയ്ക്ക് തണുപ്പാണ്. മൊബൈലിലും വീഡിയോയിലും മറ്റേ ഫോട്ടോ എല്ലാം കാണാനുള്ള സ്റ്റൈലുള്ളൂ, ഇവിടെ വന്ന നല്ല പണിയാന്നുള്ളത് അല്ല. ഈ ഉത്തരം ഞാൻ പ്രതീക്ഷിച്ചാണ്. അതുകൊണ്ടാണ് എല്ലാവരും പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഫോട്ടോ ഇട്ടിട്ട് പറയും അടിപൊളിയാന്നല്ല പറയുമെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം ഇവിടെല്ലാം പോയുള്ള അവസ്ഥ. കാരണം ഞാൻ ഒരിക്കൽ കോഴിക്കോട് അവിടെ മാളിൽ ഇതുപോലെ ഐസിൻ്റെ ഒരു സ്ഥലമുണ്ട്, അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ എനിക്കറിയാം. കാരണം എന്താ പറയുക, മണിക്കൂർ നിൽക്കുമ്പോൾ തന്നെ പാളിന്. കാരണം അതിനോട് നിൽക്കാൻ കഴിയില്ല, ശ്വാസം മുട്ട് കൈയെല്ലാം പറിച്ച് പണ്ടാരോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഫമി ഇതല്ലേ അവസ്ഥ എന്ന് പറയുമ്പോൾ ഓൻ സമ്മതിച്ചേ. ബാക്കിയുള്ളവരൊന്നും ചിലപ്പോൾ സമ്മതിക്കില്ല. അവരൊരു മണാലി അടിപൊളിയാന്ന് പോകണം, ഭയങ്കര വൈബാന്നെല്ലാം പറയുമെങ്കിലും ഉണ്ടാവില്ല. അതുപോലെ ഈ ബോട്ട് ചെട്ടിയിൽ സത്യം പറഞ്ഞിട്ടില്ല, നല്ല നാറ്റം, മീനിൻ്റെ നാറ്റം നല്ലോണമുണ്ട്. പിന്നെ ഭയങ്കര ചൂടാണ് ഇവിടെ. എന്താണെന്നറിയില്ല, ഈ ഉപ്പ് കാറ്റിൻ്റെ ഒരു അവസ്ഥ നല്ല ചൂട് കൂടിയാണ്. സമയം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മീൻ എത്തിയില്ലല്ലേ മമ്മി? മീൻ വരണം പോലും. അതായത് ഈ ലൈവ് അല്ലേ ലൈവ് പോലും. അതായത് നമ്മൾ ഈ പിടിച്ചപാടുള്ള വലിയ മീൻ ഉണ്ടാവില്ല, ചൂണ്ടൊക്കെ പിടിച്ചപാടുള്ള വലിയ മീൻ. അപ്പോൾ ആ സാധനത്തിന് ഐസൊന്നും ഇടാണ്ട് കിട്ടുന്നതാന്ന് പറയുന്നത് ഈ സമയം വന്നാൽ അല്ലേ മമ്മി? ഈ സ്ഥലം നിന്റെ ഇഷ്ടമായിനാ? ഈ സ്ഥലം ഇഷ്ടായിനാ? ഈ സ്ഥലം ഇഷ്ടായിനാ നമ്മള് വന്ന? ഇല്ല. അതെ അമ്മ ജാനൊന്നും ഇഷ്ടമല്ലാത്ത? ഇഷ്ടായിനാ? അപ്പൊ നമ്മളവിടുന്ന് ആ കക്ഷി വിളിച്ചിട്ടായിരുന്നു. അപ്പോൾ വലിയ മീനൊന്നും കിട്ടിയില്ല തോന്നുന്നു കേട്ടോ, ചൂണ്ടൊക്കെ കയറിയിട്ട്. കാറ്റായതുകൊണ്ട് അങ്ങോട്ട് പോയിട്ടില്ല എന്നാ, മീൻ പിടിക്കാൻ പോയിട്ടില്ല എന്നല്ലാന്ന് കേൾക്കുന്നത്. അപ്പോൾ ഇതുണ്ട് മരക്കൂന്തൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. നോക്കാമല്ലോ മമ്മി, മരക്കൂന്തൽ കേട്ടിട്ടുണ്ടോ? മരക്കൂന്തൽ അതായത് കൂന്തലിൻ്റെ ഒരു വണ്ണമുള്ളൊരു സാധനമാണ് മരക്കൂന്തൽ. നമ്മളിവിടുത്തെ മാർക്കറ്റിലൊന്നും അത് വിൽക്കൂല, അത് കയറ്റിയേക്കലാണ് കൂടുതലുണ്ടാവില്ലെന്നാണ് കേട്ടിട്ടില്ല. ഏതായാലും സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ സമയം കുറച്ച് ലേറ്റായേ, നമുക്ക് വീട്ടിൽ പോകേണ്ട സമയം ആയിട്ടുണ്ട്. അതിനിടയിൽ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്. എന്തിനാ ഇവിടെ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ എനിക്ക് പിടുത്തം കിട്ടിയിട്ടില്ല. ഇതാ നമ്മളെ ബോട്ടുകളെന്ന് നോക്കിയിട്ട് ഇങ്ങനെ നിരത്തിയിട്ട് ആരോരും ഇല്ലാണ്ട് ഇവിടെ വരുമ്പോൾ എപ്പോൾ ഈ ബോട്ടുകളുണ്ട്. ഇത് എപ്പോഴാണ് കടലിൽ പോകുന്നത് മീൻ പിടിക്കുക എന്നുള്ളത് അറിയില്ലേ. അത് അതിനിടയ്ക്ക് മക്കളെ കളിയണ്ട, അവർക്ക് റോഡാണോ വണ്ടി ഉണ്ടോ ഒന്നും വിഷയമല്ല, അങ്ങനെ ഓടിച്ചാടി കളിക്കൽ തന്നെ. അതിനിടയിൽ നമ്മളെ ബെൻസ് ഇവിടെ ചെറിയൊരു സൈഡ് ഇട്ടീന് ഇടയിൽ നമ്മളെ ബെൻസ് വെച്ചേ. അപ്പം നമ്മൾ അവസാനം മരക്കൂന്തലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് മരക്കൂന്തൽ. ഇത് കണ്ടവർ, ഇത് കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ട് ഇതൊരിക്കൽ ഞാൻ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടുത്തെ മാർക്കറ്റിൽ ഇത് കിട്ടൂല, ഇവിടെ ആയിരിക്കും കൊടുക്കില്ല, ഇതെല്ലാം കച്ചവടമായി, ഇനി നിങ്ങൾക്ക് വേണ്ടെങ്കിൽ കൊച്ചിയിൽ പോയിട്ട് വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അത്ര പോലും ഇവർ തരുത്തില്ല. അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ കെയർ ഓഫിലായതുകൊണ്ട് അങ്ങനെ ഈ മരക്കൂന്തൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ സുഹൃത്തിൻ്റെ ഫ്രണ്ട് അബിയെ. അപ്പോൾ നമ്മൾ മരക്കൂന്തൽ കച്ചവടമാക്കിയിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മീനുണ്ട് ഒഴുകി വരുന്ന തോണിയിൽ. ഏതാ മീനെന്നല്ലേ? ഇതാ നോക്കിയാട്ടെ, ഇത് കംപ്ലീറ്റ് മത്തിയാണ് കേട്ടോ, കുഞ്ഞി മത്തി. നമ്മളെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട സാധനമാണ് മത്തി.
അപ്പോൾ ഇത്രപ്പാട് മത്തി എന്താ ചെയ്യാന്ന് ഞാനിങ്ങനെ ചിന്തിക്കുന്നത്. എന്നാലും നമ്മൾ അബി പറഞ്ഞേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയെല്ലാം മീനെണ്ണയ്ക്ക് വേണ്ടി എടുക്കുക ചെയ്യുക, പിന്നെ ബാക്കി മറ്റേ പ്രോട്ടീൻ പൗഡർ അങ്ങനെയുള്ള കാര്യത്തിൽ പോകുമ്പോഴും പിന്നെ അതിൻ്റെയും ബാക്കിയാണ് നമ്മൾ ഈ കോഴിത്തീറ്റ മറ്റു സാധനം ഉണ്ടല്ലോ അതിലേക്ക് പോവുക ചെയ്യുക. കാരണം ഇത്രപ്പാട് മത്തി മാർക്കറ്റിൽ കൊടുത്താൽ തീരുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതെന്ന് കക്ഷി പറഞ്ഞേ. ഒരു തോണി നിറയെ മത്തിയേട്ടാ. നീ ആദ്യമായിട്ടാണെന്നല്ലേ? ഞാനും ആദ്യമായിട്ടാണ് കേട്ടാ. മൊബൈലെല്ലാം കാണലുണ്ട്, വീഡിയോയെല്ലാം കാണലുണ്ട്. ഇതാ ലൈവായിട്ട് സാധനം നിറയെ കുഞ്ഞും മത്തി, പ്രിയപ്പെട്ട മത്തി. എന്തായാലും ഒരു 4-5 കിലോ വന്നിരിക്കുന്നല്ലേ? അല്ല ഇന്ന് തിന്നണം നല്ല ബിയർ ചെയ്യുന്നല്ലേ? യാദർശികമായിട്ട് ഇവിടെ എത്തിപ്പെട്ടാണ്. എന്തായാലും മമ്മിക്ക് തിന്നാൻ ഇഷ്ടംപോലെ മത്തിയായിട്ടുണ്ട്. ഓ കാണല്ല. താങ്ക് യു. എന്താ പേര്? ദിബിൻ. ഓരോ നമ്മളെ ചാനൽ കാണുന്ന ആളാണ്. എന്നെ കണ്ടപ്പം തന്നെ മനസ്സിലായി ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതുകൊണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. എവിടെ പോയാലും നമ്മളറിയുന്ന ആൾക്കാരുണ്ടാവും, പരിചയമുള്ള ആൾക്കാരുണ്ടാവും. നമ്മൾ വീഡിയോസ് കണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള ആൾക്കാരെ കാണുമ്പം നമുക്കും വലിയ സന്തോഷമാണ്. അപ്പം നമ്മളവിടുന്ന് മത്തിയും വാങ്ങി മരക്കൂന്തലും വാങ്ങി ദേ വീട്ടിലെത്തിയ. അപ്പം നമ്മളെ കൂന്തൽ വാങ്ങാൻ കാരണക്കാരനായ ആളുണ്ടല്ലോ, എന്താ ഇവരാന്നേ ശരത്തും ശരത്തിൻ്റെ ഭാര്യയും. നമ്മളെ ഷോപ്പിൽ വന്നപ്പോൾ എടുത്ത ഫോട്ടോസാണ്. ഈ ശരത്തും നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ പരിചയപ്പെട്ട ആളാന്നുള്ളതാണ് വേറൊരു സന്തോഷം. അപ്പോൾ ഈ കൂന്തൽ കണ്ടപ്പോൾ നമ്മളെ അമ്മ ശരിക്കും ഞെട്ടിയട്ടാ. കാരണം അമ്മ ആദ്യമായിട്ട് പോലും ഇങ്ങനെ ഒരു കൂന്തൽ കാണുന്നത് ഇതുവരെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതുപോലെ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ കൂന്തൽ കണ്ട ആൾ ഭയങ്കര സുന്ദരനാണ്. പിന്നെ ഇത് വെക്കണ്ടാവില്ല വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല, ഇല്ലേക്കോണം ഉണ്ടാവില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മളവിടുന്ന് മത്തി വാങ്ങിനേ, പക്ഷേങ്കിൽ അവർ പൈസ വാങ്ങില്ല കേട്ടോ. അത് നമുക്ക് ഫ്രീ ആയിട്ട് തരുക ചെയ്തേ. അപ്പം നല്ല ഫ്രഷ് മത്തി കിട്ടി, അതും സന്തോഷം. അപ്പം നമ്മൾ ഇന്ന് രാത്രിയത്തെ ഫുഡ് കൂന്തൽ ഫ്രൈയും മത്തി പൊരിച്ചതുമാണ്. ഏതായാലും നമ്മളെ മീൻവാങ്ങൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാമെന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.